ആദ്യമായിട്ടൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ ഇത് കണ്ടോ. എനിക്ക് തോന്നുന്നു ഈ ഫ്ലവറെല്ലാം ഇതിനൊക്കെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നമ്മളെന്തോ ഇവർ ഈ മെഡിസിനായിട്ടും ഒക്കെ ഉപയോഗിക്കും. ഇതിൽ കുറേ തേനീച്ചകളൊക്കെ വന്നിരിക്കുന്നത് ഡേഞ്ചറാണ്. ഇത് ഇവരെൻ്റെ മെഡിസിനും പിന്നെ എന്തൊക്കെയോ ഈ ഇവരുടെ അതിലൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇത്. പിന്നെ ഒരു ഭയങ്കര മണവാട്ടോ ഇത്. ശരിക്കും പറഞ്ഞാൽ പറയില്ലേ, ഞാൻ ആദ്യം ഒരു പാർക്കിനെ കാണിച്ചു, അതിൽ നിന്ന് വളരെയേറെ വ്യത്യാസമാട്ടോ ഇത്. ഇതിലൊന്നും തൊടാൻ പാടില്ല. ഇവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. പുള്ളി കുറേ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഇത് കണ്ടോ, ഇത് ഭംഗിയല്ലേ, രസമല്ലേ. അവിടെ ഞാൻ ആദ്യം കാണിച്ചതിന് ഒന്നും തന്നെ ഉണ്ടായില്ല കേട്ടോ, ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇവിടുത്തെ എൻട്രൻസ് ഫീ ആയിട്ട് ആകെ €2 ആണെങ്കിലും ശരിക്കും പറഞ്ഞ ഇതിൻ്റെതായ സകല വർക്കുണ്ട്. കയറി വരുമ്പോൾ ഞാൻ എടുക്കാൻ വിട്ടു. അവിടെ കുറച്ച് ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട്. നമ്മൾ എവിടെയൊക്കെ പോകണം, എങ്ങനെയൊക്കെ, എത്രയൊക്കെ എൻട്രൻസ് ഉണ്ട്, ഏരിക്കോടെ ഇറങ്ങണം, ഏരിക്കോടെ പോകണം എന്നുള്ള ഡീറ്റെയിൽ കറക്റ്റായിട്ട് അതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇത് ഗ്ലാവണിയിലാണേ. ഗ്ലാവണി എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മുടെ പ്രവേശിയിലുള്ള എല്ലാവർക്കും അറിയായിരിക്കും ഗ്ലാവണി എവിടെയാണെന്നൊക്കെ. ഇത് ഗേറ്റുകളാണ്. പല ഗേറ്റ് ഉണ്ടെങ്കിലും ഒരു ഗേറ്റ് അവർ തുറന്നിട്ടുള്ളൂ, അവിടെ മാത്രം സെക്യൂരിറ്റി ഉള്ളൂ. എന്തോ ഒരു സംഭവമാണ്. പക്ഷെ ഇതെല്ലാം പറഞ്ഞാൽ ഇത് മെഡിസിനും മറ്റുള്ള ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളാണ് ഇവർ ഈ പേരെഴുതി വെച്ചേക്കുന്നത്. എന്തായാലും കൊള്ളാം കേട്ടോ. ഇതുപോലെ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് ആരും പറഞ്ഞു തരാനില്ലെങ്കിലും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണെന്ന്. ഞാൻ ഒരു സംഭവം കാണിച്ചു തരാം. അതിവിടെ ഉണ്ട്. അത് കണ്ടാ അടിപൊളിയാട്ടോ. ഇതുണ്ട്, ഡോക്ടർ ആൻ്റോൺ ഹെൻസ്, പുള്ളിയുടെ സ്റ്റാച്ചു ആണ്. എന്തായാലും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ളവരാണെങ്കിൽ ഇപ്പം ഞാൻ പറയാം കേട്ടോ, ജർമ്മനിയിൽ അവരൊക്കെ ഇത് കാണാൻ വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് പേരെ മീറ്റ് ചെയ്തു. ജർമ്മനിയിൽ നിന്ന് വന്നേക്കുന്നു ഫാമിലി. അവരെ സ്വന്തം നാട് ഇതാണ്. അപ്പോൾ അവരെ മക്കൾ വന്നേക്കുന്നു. അവരുടെ ഫാദർ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. അവർ ഡോക്ടറാണ്. ഞാൻ അവരോട് സംസാരിച്ചു. അപ്പോൾ അവർ വരെയും കാണാൻ വന്നിരിക്കുക കേട്ടോ. ഇതിൽ ഓരോന്നിനും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ഓരോ സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ രാവിലെയാണ് വന്നിരിക്കുന്നത്. വൈകിട്ട് ഇറങ്ങി ഇത് കണ്ടോ, എല്ലാത്തിനും ഓരോരോ ഞാൻ ഇതൊന്നും ഇതിൻ്റെ എന്തോ എൻ്റെ സ്റ്റാൻഡിന് എന്തോ കംപ്ലൈൻ്റ് ഉണ്ട്. ഇത് വേണ്ട, ഇത് വിരിഞ്ഞ് വരണുള്ളൂ കേട്ടോ. ഓരോന്നിൻ്റെ പേരുകളുണ്ട്. ഇവിടെ ഉള്ളവർക്ക് അത് അറിയത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മളിത് ചുറ്റി കുറേ കാണാനുണ്ട് കേട്ടോ. എനിക്ക് ഈ പറഞ്ഞ പോലെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇത് മാത്രം എടുത്തിട്ടു. ശരിക്കും പറഞ്ഞാൽ നിങ്ങളിത് മിസ് ചെയ്യരുത് കേട്ടോ. ഗ്ലാവണിയിലാണേ. കാരണം നമ്മുടെ നമ്പർ 2 ഡ്രാം എടുത്തിട്ട് വന്നാൽ ഇവിടെ ഇറങ്ങാം. അതിൻ്റെ പാർക്കിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇറങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങൾക്കതേ തൊട്ടടുത്താണ്. കണ്ടോ, എന്ത് ഭംഗിയാണെന്ന് പറയുക. ഇതെല്ലാം നല്ല രസമുണ്ട്. വെരി ബ്യൂട്ടിഫുൾ കണ്ടോ, രസം, നല്ല രസമാണ്. ഇവിടെ ഈ വക വേഷം കെട്ടൊന്നുമല്ല, ഇത് പലതരം ഔഷധങ്ങൾ നിറഞ്ഞ ഒരു പാർക്കാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അതിൻ്റെ സ്മെല്ലും മണവും കണ്ട് അറിയാം. ഇത് മറ്റേ ആ പാർക്ക് പോലെയല്ല. ആ പാർക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് വന്ന് നമ്മൾ ഫുഡൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് എൻജോയ് ചെയ്ത് പോകുന്നു. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ നിറയെ കാണാനുണ്ട് കേട്ടോ. നമുക്ക്
ടൈം ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ രാവിലെ തന്നെ വരണം. ഇത് എപ്പോഴാണ് ഞാൻ ചോദിക്കാം കേട്ടോ, തിരിച്ചു പോകുമ്പോൾ എപ്പോഴാണ് ഇത് ഓപ്പൺ എന്നുള്ളത്. ഗേറ്റ് ഇവർ ലോക്ക് ചെയ്യും. അപ്പം അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് വന്നാൽ മതിയല്ലോ. ഇത് ശരിക്കും ഞാൻ പറഞ്ഞ ഒത്തിരി ഉണ്ടാവും. ആണ്ടാ ഇതൊക്കെ ഉള്ള സ്ഥലമാണ്. സൂക്ഷിക്കേണ്ടതെല്ലാം സൂക്ഷിക്കണം. അതിനാണ് അവർ ഇതൊക്കെ വെച്ചേക്കുന്നത്. പിന്നെ ഞാൻ ഇതിൻ്റെ ബാലൻസ് ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. ഒത്തിരി ഉണ്ടാവും ഇത്. എനിക്കിതൊന്നും വിട്ട് കളയാൻ തോന്നില്ല. നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. സോ ഇത് കണ്ടോ, ചെറിയൊരു പോണ്ടാണ് കേട്ടോ. പക്ഷേ ഇത് പോണ്ടാന്ന് പറഞ്ഞാൽ തട്ടിക്കളയരുത്. ഇതിൻ്റെ ഉള്ളിലുള്ളത് ഇത് വിരിഞ്ഞ് വരുന്നുള്ളൂ. ഇതിൻ്റെ ഫ്ലവറെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ലൈറ്റിൻ്റെ പ്രശ്നം ഇടയ്ക്ക് എനിക്കെന്തോ എൻ്റെ ഇതിനെന്തോ പ്രശ്നമുണ്ട്. എന്താ ഫ്ലവറെല്ലാം ബട്ടർഫ്ലൈ പോലെ ഇരിക്കുന്ന ഫ്ലവേഴ്സും. നമ്മുടെ നാട്ടിലെ പൂക്കൾ കണ്ടോ, നല്ല ഭംഗിയില്ലേ. ഇതൊക്കെ തണുപ്പ് സ്റ്റാർട്ട് ചെയ്തൊന്നും കാണാൻ പറ്റത്തില്ല. ഇത് പൂക്കളുടെ സാമ്രാജ്യമാണ്. അതിൻ്റെ ഓരോ പേരുകളും കാര്യങ്ങളൊക്കെ ഇവർ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ എന്ത് ഭംഗിയാണെന്നറിയോ. ഞാൻ ഒന്നും കൂടി പറയാം. ഗ്ലാവണി നമ്മുടെ സെൻറ്ററിലെ മെയിൻ റെയിൽവേ സ്റ്റേഷൻ, അവിടെ നിന്ന് നിങ്ങൾ നമ്പർ 2, വേറെ ഏത് ഭാഗത്തുള്ളവരായാലും നമ്പർ 2 എടുത്താൽ മതി കേട്ടോ. നമ്പർ 2 എടുത്തിട്ട് ഇവിടെ വരിക. എനിക്ക് ഫ്രണ്ട്സ് നിങ്ങളിത് കാണിക്കണം, നിങ്ങൾ കാണണം. ശരിക്കും പറഞ്ഞ ഇതിൻ്റെ ആ ഒരു എഫക്റ്റ് ഇവിടെ വരുമ്പോഴാണ് അറിയത്തുള്ളൂ. ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് ഓരോ ഫലകത്തിലും എന്താണ്, ഏതാണ്, എങ്ങനെയാണ്, ഏത് വർഷമാണ്. കണ്ടോ കണ്ടോ കണ്ടോ, ഈ പൂ കണ്ടോ, അടിപൊളിയല്ലേ. എൻ്റെ പൊന്നോ, അടിപൊളി. ഇതൊക്കെ നേരിട്ട് കാണാൻ എനിക്കൊരവസരം തന്ന ദൈവത്തിന് സ്തോത്രം. ശരിക്കും പറയണമെങ്കിൽ എനിക്ക് പൂക്കളെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മളെപ്പോലുള്ളവർക്ക് ആ നാട്ടിൽ അതിന് മുമ്പിൽ കുത്തിയിരുന്ന് ഇത് ചെയ്യാൻ ഒരു 1-2 പ്രാവശ്യമൊക്കെ ഞാൻ ട്രൈ ചെയ്തു. പക്ഷെ എപ്പോഴും നമ്മൾ ടൈം കളയണമല്ലോ. പിന്നെ അന്നേരം എനിക്കിഷ്ടമാണ് അത്യാവശ്യം ചെടികളും പൂക്കളൊക്കെ ഞാൻ വളർത്താൻ ആഗ്രഹിക്കുന്ന ആൾ. എനിക്ക് ഏറ്റവും കൂടുതൽ ഈ പലതരം വെറൈറ്റി ഇലകളും വെറൈറ്റി ചെടികളാണ്. നമ്മൾ അവിടെ പരീക്ഷിക്കുമ്പോൾ അത് വളരുന്നില്ല, അത് പെട്ടെന്ന് ചീത്തയായി പോകും. ഇത് കണ്ടോ, അടിപൊളിയല്ലേ, സൂപ്പർ. ഇവിടെ പല ബേർഡ്സുകൾ കണ്ടോ, പൂക്കൾ എന്ത് രസമാണെന്നറിയാം. പ്ലീസ് നിങ്ങൾ ഇതൊന്നും വിട്ട് കളയരുത് കേട്ടോ. കണ്ടോ ഈ പൂവിൻ്റെ തന്നെ പ്രത്യേകത കണ്ടോന്നേ, വേണ്ട രസമല്ലേ, അടിപൊളിയല്ലേ. അതായത് എനിക്കത് ഇവിടെ നിന്ന് എടുക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഉണ്ടോ, അതിൻ്റെ ആ നിപ്പും. ഇത് നമ്മൾ ഈ ചേമ്പില്ലേ, ചേമ്പിൻ്റെ ഒരു സൈസ് പൂ നിൽക്കുന്ന പോലെ തോന്നുന്നില്ലേ. ഇതെല്ലാം ഒറ്റ എപ്പിസോഡിൽ പോകത്തില്ല കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ കൂണ്ടിൻ്റെ സൈഡിലാണ് കേട്ടോ. അടിപൊളി, നല്ല രസമുണ്ടോ. ഇന്ന് എനിക്ക് ഓഫ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഓഫുള്ള ദിവസം വേറെ ഒന്നുമില്ല പ്രത്യേകിച്ചെങ്കിൽ ഞാൻ ഇവിടെ വരും. എനിക്ക് ഈ പൂ ഭയങ്കര ഇഷ്ടമായി. ഇതൊന്നും നമ്മുടെ നാട്ടിൽ പിടിക്കത്തില്ലല്ലോ, അതല്ലേ കാര്യം. ഈ മരം എന്താണെന്നൊരു ഐഡിയ ഇല്ല, പക്ഷെ കൊള്ളാം. എൻ്റെ ഹൈറ്റ് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ആ സംഭവമാണ് മക്കളെ ഞാൻ പറഞ്ഞ താമര, ലോട്ടസ് ഫ്ലവർ കണ്ടോ. എനിക്ക് അതിൻ്റെ അടുത്ത് പോകാൻ പറ്റുന്നില്ല, പോകണ്ടല്ലേ. അടുത്തേക്ക് ഇറങ്ങിയെടുക്കാൻ പറ്റുന്ന വല്ല വഴിയുണ്ടോ എന്നും എനിക്കറിയത്തില്ല. എന്താ ഭംഗി. ഇതാണ് നമ്മുടെ നാട്ടിലെ ലോട്ടസ്. കണ്ടോ 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 കണ്ടോ, എന്താ ഭംഗി. ക്യാപ്ചർ
എന്താ താമര. അങ്ങുണ്ട് അങ്ങുണ്ട്. ഇത് കംപ്ലീറ്റ് മാക്സിമം അതിൻ്റെ അകത്തൊന്നും കിടക്കാൻ പറ്റത്തില്ല. അവർ ഇത് ചെയ്തു വെച്ചിരിക്കുന്ന ആരും ഇറങ്ങുമെന്ന് കാണുന്നില്ല. ഇറങ്ങിയാൽ നമുക്കത് ഡേഞ്ചറാണ്, പോണ്ടല്ലേ, വളരെ ഡേഞ്ചറാണ്. എൻ്റെ പൊന്നെ നന്നായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നു ലോട്ടസ്. എനിക്കത് അങ്ങ് നല്ല ഭംഗിയാണ്. അത് അടുത്ത് ചെല്ലാൻ പറ്റുന്ന നാട്ടിൽ ഞാൻ ഇത്രയും ഭംഗിയായിട്ടുള്ള താമര കണ്ടിട്ടില്ല. ഞാൻ സത്യം പറയാം കേട്ടോ, ഇവിടെയൊക്കെ താമര ഉണ്ടെന്ന് പോലും എനിക്കറിയാം. പക്ഷേ നമ്മുടെ നാട്ടിലെ സീനിയ, ജമന്തി എല്ലാത്തിനും ഒരു സംഭവം കാണിച്ചൊരു വെറൈറ്റി ഫ്ലവർ കണ്ടടേ. കണ്ട ഇത് സൂം ഇൻ ചെയ്യണം. ഇത് കണ്ടോ, ഈ ഫ്ലവർ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ലാവണ്ടർ കളർ. വാവ്, ഭംഗിയല്ലേ ഇത്? ഇവർ വളരെ സ്പെഷ്യലായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുക. കണ്ട അടിപൊളിയല്ലേ, സൂപ്പറല്ലേ മക്കളെ? ഇതുണ്ടല്ലോ നേരിട്ട് വന്ന് കണ്ട് ആസ്വദിക്കണം. ഞങ്ങളുടെ ഈ ക്രൊയേഷ്യയിലെ വളരെ ഭംഗിയായ പൂക്കൾ, എക്സ്പെഷ്യലി താമരക്കുളം. സൂപ്പർ. ഇത് ഞാൻ പ്രതീക്ഷിച്ചതിലപ്പുറം തന്നെ. വാവ്, അടിപൊളി. ഇതുണ്ടോ പൂക്കളെ, അടിപൊളിയല്ലേ? അയ്യോ, ഇത് നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ, നമ്മുടെ. പക്ഷേ പല പ്രാവശ്യം ഉള്ളിച്ചെടിയുടെ വ്യത്യസ്തമായ ഒരു സംഭവമാണ്. ഇതിൽ പൂവൊന്നും ആയിട്ടില്ല, വിരിഞ്ഞു വരുന്നുള്ളേ. ഈ പോണ്ടിൻ്റെ ചുറ്റുമുള്ള കാഴ്ചയാണ് ഞാൻ നിങ്ങളെ കാണുന്നത്. എൻ്റെ പൊന്നെ, ഇത് കണ്ടോ മക്കളെ, കണ്ടോ? നിങ്ങൾ ഈ ജോലിയില്ലാത്തപ്പം പ്ലീസ്, അതെവിടെ ആയിക്കോട്ടെ, ഫിൻലാൻഡ് ആയിക്കോട്ടെ, ജർമ്മനി ആയിക്കോട്ടെ, ഇവിടെ നിന്ന് എല്ലാവരും വരുന്നുണ്ടല്ലോ, അവിടെ കാണാൻ. ഇതൊക്കെ കാണാൻ ഈ സമയത്താണ് വരേണ്ടത്. കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം പോവും കേട്ടോ. എനിക്കറിയില്ല ഇത് എത്ര കാലം ഇങ്ങനെ ഉണ്ടാവും എന്നൊന്നും. ഞാനും ഫസ്റ്റ് ടൈമാണ്. ഞാൻ ഇവിടെ വന്നിട്ട് ആകെ 8 മാസം ആവുന്നുള്ളൂ. ഇത് കണ്ടോ, അടിപൊളിയല്ലേ? ഇത് നല്ല ഫ്ലവർ അല്ലേ? എഴുതി വെച്ചിട്ടുണ്ട് ഇത് എന്താണെന്നുള്ളത്. ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, ഗ്ലാവണി നമ്മുടെ സെൻറ്ററിൽ ഒരു പാർക്കിൻ്റെ കാര്യം. ആ പാർക്ക് ഇതാട്ടോ. ഇവിടെ നമ്മുടെ താമരയുണ്ട്, വെറൈറ്റി പൂക്കളുണ്ട്. അപ്പോൾ എനിക്കത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തോന്നി. ആക്ച്വലി വളരെ ബ്യൂട്ടിഫുൾ ആണ്. നിങ്ങളൊന്ന് വന്ന് കാണാൻ. ഇതിന് ചുറ്റും വെറൈറ്റി മെഡിസിൻ മരങ്ങളും ഭയങ്കര സ്മെല്ലും ആണ് എല്ലാത്തിനും. പ്രത്യേകിച്ച് നമ്മുടെ താമരയുണ്ട് കേട്ടോ ഇവിടെ. എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. അപ്പോൾ നിങ്ങളിലേക്ക് ഇത് ഞാൻ പകുതിയായിട്ട് എപ്പിസോഡ് കട്ട് ചെയ്ത് എത്തിക്കാം. ഓക്കെ, ബൈ.